വിമാജിക്കിന്റെ 2559 ദിവസമായ ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് പ്രിയപ്പെട്ട എല്ലാ മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. മൈ നെക്സ്റ്റ് 5 മൂവ്സ് എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനമാക്കി ഇന്ന് സെഷൻ ലീഡ് ചെയ്യുന്നത് NLP സർട്ടിഫൈഡ് ട്രെയിനറായ പ്രവീണ മാം ആണ്. സോ വെൽക്കം മാം. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇന്നത്തെ നമ്മുടെ സെഷനിൽ പറയുന്ന 5 മൂവ്മെന്റ്സിനെ കുറിച്ചാണ്. വാട്ട് ഈസ് അവർ നെക്സ്റ്റ് 5 മൂവ്സ്? ആ ഓരോ നെക്സ്റ്റ് 5 മൂവ്സിൽ അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഈ 5 മൂവ്സിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. അതില് ഈ ഒരു കാര്യം പറയാം, എന്തുകൊണ്ടാണ് ഈ 5 മൂവിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇന്നത്തെ ലോകത്ത്, ഇന്ന് ഇൻഫർമേഷൻ കൂടുതലായിരിക്കുന്ന ഈ ഒരു ലോകത്ത്, ചുറ്റുവട്ടം നമ്മൾ സോഷ്യൽ മീഡിയ നിറഞ്ഞിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ചിന്തിക്കുന്നത് എങ്ങനെ ഒരു സിറ്റുവേഷനിൽ അഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യാൻ. ഈ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും അതിന് മുൻപായിട്ട് നമ്മൾ കാണേണ്ട ചില മൂവ്മെന്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത്തരം മൂവ്മെന്റ്സിനെ കുറിച്ച് ഒരു അവെയർ ഉണ്ടാവുമ്പോൾ മാത്രമേ ഓരോ കാര്യങ്ങളിലും നമ്മുടെ വരുന്ന ഒരു അപ്ഡേഷൻ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഇൻട്രോസ്പെക്ഷൻ എന്നാണ്. അതായത് സെൽഫ് അനാലിസിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്നത്തെ ലോകത്തിൽ എല്ലാവരും ബിസി ആയിരിക്കുന്ന കാലത്ത് സ്വന്തം ഒരു ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യത്തെ പോലും അനലൈസ് ചെയ്യാനോ സ്വയം ഒരു ഡെവലപ്മെന്റിനോ തയ്യാറാകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രത്യേക ഒരു എക്സാമ്പിൾ എടുക്കുന്ന ഒരു സമയത്ത് ഒരു ജോലിയിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത് നമുക്കൊരു ഇന്റൻഷൻ ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഇത്ര സാലറിയിൽ ഇങ്ങനെ ഒരു പൊസിഷനിലേക്കാണ് ആഗ്രഹം. അപ്പൊ ഇങ്ങനൊരു സാലറി എൻ്റെ ആവശ്യങ്ങളിലേക്ക് വരുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഫുൾഫിൽ ആകാൻ സാധിക്കും. കാരണം എല്ലാ ജോലിയിലും നമുക്ക് എല്ലാവർക്കും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരം സപ്പോർട്ടും അത്തരം ഒരു വ്യൂ ഓഫ് പോയിന്റിൽ വെച്ചിട്ടാണ് ഒരു ജോബിൽ പോലും പലരും ജോയിൻ ചെയ്യുന്നത് പോലും. ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഒരു ബി മാജിക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു വേ ഓഫ് തിങ്കിങ് ഉണ്ട്. ഞാൻ ഇതിൽ ചേരുന്നത് ഇന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു തോന്നലായിട്ടാണ് പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പലപ്പോഴും അത്തരം ഒരു ഇന്റൻഷനിൽ നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ശ്രദ്ധ മറ്റു പലയിടത്തുമാണ്. ഈ ലോകം എങ്ങനെ നന്നാക്കാം എന്നൊരു ശ്രദ്ധയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഒരു ജോബിന്റെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജോബിലേക്ക് കടക്കുന്ന സമയത്ത് 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കാലങ്ങൾക്ക് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ജോബിന്റെ ഒരു നീഡ് എന്നതിൽ ഉപരി അവിടെയുള്ള പലപ്പോഴും പ്രശ്നങ്ങളിലും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലും ഇടപെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കാരണം അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മളുടെ ഒരു ഏരിയ അല്ലെങ്കിൽ പോലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെട്ട് നമ്മുടെ ജോബിന്റെ ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നമ്മൾ നയിക്കുന്നുണ്ട്. കാരണം അവിടെ ഇപ്പോൾ മറ്റൊരു സ്റ്റാഫിന്റെ ഒരു സാലറി, അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ്, മറ്റൊരു സ്റ്റാഫിന്റെ സാലറി കൂട്ടുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കും. ഇവിടെ നമുക്ക് ഓൾറെഡി നമ്മുടെ ഒരു ജോബിന്റെ പൊസിഷൻ വെച്ചിട്ട് അതിനൊരു പെർട്ടിക്കുലർ പൊസിഷൻ എത്തുമ്പോൾ മാത്രമേ നമുക്കൊരു ജോബില് ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിൽ ഒരു ഹൈക്ക് വരാൻ സാധ്യതയുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നമ്മൾ അത്തരത്തിലൊരു മൂവ്മെന്റ് ഇപ്പൊ നമുക്കാണ് മാത്രം കൂട്ടിയിട്ടില്ല, ബാക്കിയുള്ളവർക്കൊക്കെ കൂട്ടി എന്ന് വിചാരിക്കും. ഉടനെ നമ്മുടെ ശ്രദ്ധ ഇതിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എൻ്റെ സാലറി കൂട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് സാലറിക്ക് ആവശ്യമായിട്ടുള്ള ഹൈക്ക് ഉണ്ടായില്ല എന്നതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സമയത്ത് എന്തിനാണ് ഞാൻ ഈ ജോബിന് പോയത്, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അത് നമ്മളെ ബാധിക്കുന്നതാണോ എന്ന് നോക്കാതെ ആ വേൾഡ് നന്നാക്കാൻ, ചുറ്റുമുള്ള വേൾഡ് നന്നാക്കാൻ നമ്മൾ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ നെക്സ്റ്റ് മൂവ് നമ്മുടെ ഉള്ളിലുള്ള ഒരു തോട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളിലേക്കോ ശ്രദ്ധ കൊടുക്കാതെ മറ്റ് പല കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ നെക്സ്റ്റ് മൂവ്മെന്റ് നടത്തുമ്പോൾ ഇത് ഞാൻ മുന്നേ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു.
കാരണം ഫാമിലിയിലാണെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു കുഞ്ഞു പ്രശ്നമായിരിക്കാം അതിനെ വലിയൊരു ഭീകര പ്രശ്നമാക്കി മാറ്റുന്നത് പോലും മുന്നേ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതിന് മുന്നേ നമുക്ക് ചില ധാരണകളും ചില സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങളിൽ നിന്ന് മാറി ആ ഒരു കുടുംബ ബന്ധങ്ങളിലേക്ക് വരുന്ന സമയത്ത് സ്വന്തം പാർട്ട്ണറുടെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും മാത്രം ഫോക്കസ് ചെയ്ത്, മറിച്ച് മുന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഈ ഒരു പുറത്തേക്കുള്ള ഒരു വാതിലൂടെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇത് നമ്മളുടെ പലപ്പോഴും ഗോളിൽ നിന്നും നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ നെക്സ്റ്റ് മൂവ്മെന്റ് നടത്തുമ്പോൾ എന്തിനാണ് ഞാൻ ഈ മൂവ്മെന്റ് നടത്തുന്നത്, ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്ത് ഇടപാടുകളാണ് എടുക്കുന്നത് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ 5 മൂവ്മെന്റ്സിൽ. അപ്പൊ ഞാൻ ഈ ജോലിക്ക് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവിടെ ഒരാൾക്ക് ഒരു സ്ഥാപനത്തിൽ അവിടെ ഒരാൾക്ക് ഒരു ഹൈക്കോ അല്ലെങ്കിൽ ഒരു അപ്രിസിയേഷനോ കിട്ടുമ്പോൾ ഇതെനിക്ക് കിട്ടിയില്ല എന്നൊരു ചിന്താഗതിയിലേക്ക് പലപ്പോഴും നമ്മൾ വരുന്നുണ്ട്. ഈ ചിന്താഗതി വരുമ്പോൾ ഇത് നമ്മുടെ ജോബിന്റെ പല കാര്യങ്ങളും നമ്മളെ ബ്ലോക്ക് ചെയ്യും. അവർക്ക് കിട്ടുന്നത് അവരർഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ഇത് കിട്ടാൻ ഞാൻ ഏത് രീതിയിൽ വളരണം എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല. എനിക്ക് കിട്ടിയില്ല എന്നതിലുപരി ഇത് കിട്ടാൻ വേണ്ടി ഏത് രീതിയിലുള്ള അപ്ഡേഷനിലേക്കാണ് ഞാൻ വരേണ്ടത് എന്നുള്ളത് കാര്യങ്ങൾ പലപ്പോഴും മറന്നുപോകുന്നു എന്നർത്ഥം. അതായത് സ്വയം ഒരു ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ എന്തിലേക്ക് ഇറങ്ങി തിരിച്ചാലും അത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണോ എന്നുള്ളത് ശ്രദ്ധിക്കാതെ ചുറ്റുമുള്ള വേൾഡിലെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ചിന്തയിലൂന്നി അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു സമൂഹത്തെയാണ് ഇപ്പോൾ പലപ്പോഴും കാണാൻ കഴിയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിലും ഒരു പഠനം എന്ന ഉദ്ദേശത്തിൽ ഒരു സ്ഥാപനത്തിൽ കയറി ചെല്ലുമ്പോൾ അവിടെ പഠനം എന്നതിലുപരി മറ്റ് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടപെട്ട് സ്വന്തം ഒരു ഭാവിയെ പോലും ചിന്തിക്കാതെ ഒരു കംപ്ലീറ്റ് ചെയ്യാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ. ഇതിനെല്ലാം കാരണം സ്വന്തം നെക്സ്റ്റ് മൂവ്മെന്റ് എന്തായിരുന്നു എന്ന് അവർ മറന്നുപോയത് കൊണ്ടാണ്. എന്തിനാണ് ഞാൻ ഈ കോഴ്സ് എടുത്ത് ഈ ഒരു കോളേജിലേക്ക് വന്നത്, എന്തായിരുന്നു അതിന്റെ പിന്നിലുള്ള എൻ്റെ ഇന്റൻഷൻ എന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു എന്നർത്ഥം. അപ്പൊ ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറഞ്ഞ കാലഘട്ടങ്ങൾ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഗോൾ സെറ്റിംഗ് എവിടെയായിരുന്നു, ഞാനിപ്പോ എവിടെയാണ് എന്ന് തിരിഞ്ഞു നോക്കേണ്ട അത്യാവശ്യം എപ്പോഴും ഓർക്കുക. നെക്സ്റ്റ് മൂവ്മെന്റ് നടത്തുമ്പോൾ ഇത് ഞാൻ ഉദ്ദേശിച്ച ഒരു മൂവ്മെന്റ് തന്നെ ആയിരുന്നു എന്ന് വിലയിരുത്തി ഒരു സെൽഫ് അനാലിസിസോടുകൂടി മുന്നോട്ട് പോകാനാണ് ഈ 5 മൂവ്സിൽ ആദ്യം പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് എന്ന് പറയുന്നത്. ഈ ഡിഫറൻസ്, ഈ സ്ട്രാറ്റജിയും ടാക്ടിക്സും, ഈ ഡെയിലി ആയിട്ടുള്ള ടാക്ടിക്സ്, ഇപ്പൊ നമ്മളൊരു ജോബിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഡെയിലി ആയിട്ടുള്ള ടാക്ടിക്സിൽ മാത്രമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. മറിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഈ ജോലിയിൽ എന്ത് മാറ്റമാണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഒരു നിലനിൽപ്പിലേക്കാണ് ഞാൻ പോകേണ്ടതെന്ന് വെച്ചാൽ ആ നിലനിൽപ്പിന് ആവശ്യമായ ഒരു സ്കിൽ അപ്ഡേഷൻ പലപ്പോഴും പലരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം. എന്തുകൊണ്ടാണ് സ്കിൽ അപ്ഡേഷൻ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ലേണിങ്ങിന്റെ പ്രശ്നം, സ്വന്തം ലേൺ ചെയ്യാനുള്ള ഒരു മടി, അതായത് അറിഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അൺലേൺ ചെയ്യാനുള്ള മടി പലപ്പോഴും ഇത് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ അൺലേൺ ചെയ്യാനുള്ള ബ്ലോക്ക് ചെയ്യുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് പോകുന്നില്ല എന്നർത്ഥം. ഒരു പക്ഷെ ഈ സോഷ്യൽ മീഡിയ കൂടുതൽ ഡെവലപ്പ് ആയതിനു ശേഷം പഠനങ്ങൾ തെളിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് കോഴ്സുകൾ എടുത്താലും അത് കംപ്ലീറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊണ്ടുവന്നിരുന്നത്, അതിലൊരു അപ്ഡേഷൻ നടത്തിയിരുന്നത് ഒരു പക്ഷെ ഒരു 80s 90s ഒരു ജനറേഷൻ ആണെന്നാണ് പറയുന്നത്. പുതിയ ജനറേഷനിലെ കുട്ടികളൊന്നും അത്തരം അപ്ഡേഷനിലേക്ക് വളരുന്നത് വളരെ കുറവാണ്. അല്ലെങ്കിൽ അത്തരം ഒരു അപ്ഡേഷനിലേക്ക് അവർ കാലെടുത്ത് വെച്ചാൽ പോലും അതൊരു കംപ്ലീറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയ പലപ്പോഴും പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്യുക. എന്താണ് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് അവർ തിരഞ്ഞെടുക്കും. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഇത് വലിയൊരു രസമില്ല, അല്ലെങ്കിൽ എനിക്കിത് പഠിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇഷ്ടപ്പെട്ടത് എന്താണ്, ഇത് ക്വിറ്റ് ചെയ്യുക. ഉടനെ അവർ ചെയ്യുന്നത് ക്വിറ്റ് എന്നൊരു സംഗതിയാണ്. അതിൽ നിലയുറപ്പിച്ചുകൊണ്ട് ഡെയിലി ടാക്ടിക്സിൽ മാത്രമല്ലാതെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്തുകൊണ്ട് എന്താണ് ഇത്തരം ഒരു കാര്യങ്ങളിലേക്ക് ഞാൻ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, അതിൽ കൺസിസ്റ്റന്റ് ആയി നിന്നുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഒരു ശ്രമം നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഡെയിലി ചെയ്യുന്ന ജോബാണെങ്കിലും അത് കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും വീടുകളിലായാലും ഡെയിലി ടാക്ടിക്സിൽ മാത്രമല്ലാതെ ഈ കുടുംബം അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ ജോബ് ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകാൻ എന്തെല്ലാം എനിക്ക്
ചെയ്യാൻ സാധിക്കും എന്നൊരു സ്ട്രാറ്റജി പ്ലാൻ രൂപപ്പെടുത്തി എടുക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അദ്ദേഹം പറയുന്നു. അല്ലാതെ ഡെയിലി നിങ്ങൾ പോകുന്ന യാത്രകളെ കുറിച്ചോ ഡെയിലി വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഒരു പരിധിക്കപ്പുറം നിന്നുകൊണ്ട് ഒരു ഗ്രേഡിന്റെ അപ്പുറത്തേക്ക് എൻ്റെ ഫാമിലിയെയും എൻ്റെ ജോബിനെ കൊണ്ടുപോകാൻ എന്തെല്ലാം സ്ട്രാറ്റജികൾ എനിക്ക് ഡെവലപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ച് ആലോചിക്കാമെങ്കിൽ മാത്രമേ എന്തിനും നിലനിൽപ്പുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഡെവലപ്പ് ദ സ്കിൽ ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ്. പലപ്പോഴും നമ്മളൊക്കെ ചെയ്യുന്നത് ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ മാത്രമാണ് കോൺസെൻട്രേറ്റ്. വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും അതിനൊരു പരിഹാരം കണ്ടെത്താൻ സഹായിക്കുന്നില്ല. ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോൾ ഏത് പ്രശ്നത്തെയും എല്ലാ ആംഗിളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കി അതിനെ വേണ്ട രീതിയിൽ ആ സമയത്ത് ആവശ്യമായ പ്രോബ്ലത്തിന് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു അസംഷൻ നമുക്ക് തോന്നുന്ന സമയത്ത് ഒരു മുൻധാരണ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഉണ്ടാകുന്ന സമയത്ത്, ഇപ്പോൾ നമ്മുടെ വീടുകളിലാണ് കുട്ടികൾ പഠിക്കുന്നില്ല എന്നൊരു പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ പഠനത്തിൽ വേണ്ട ശ്രദ്ധ വരുത്തുന്നില്ല എന്ന് പറയും, നമ്മൾ ഒറ്റ വേ ഓഫ് തോട്ട് ഓഫ് നമുക്ക് ഉണ്ടാവുന്നത് അവർ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നില്ല, കഴിഞ്ഞു. ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആവശ്യത്തിന് വീട്ടിൽ വന്നാൽ പഠിക്കാനുള്ള സമയം കണ്ടെത്തുന്നില്ല, അല്ലെങ്കിൽ സ്കൂളിലേക്കുള്ള യാത്രയെക്കുറിച്ച് നേരത്തെ എഴുന്നേറ്റ് പഠിക്കാത്തതിനെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളിലേക്കാണ്, കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസിലേക്കാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇതുവരെ പഠിച്ചതിൽ നിന്നും പിന്നോട്ട് പോയി? ദിസ് ഇസ് വാട്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. എല്ലാ ആംഗിളിൽ നിന്നും മനസ്സിലാക്കി ഒരു പക്ഷേ ഒരു കൗൺസിലിംഗ് സെഷൻ, ഒരു സപ്പോർട്ട്, ഒരു മെന്ററെ കണ്ടെത്തേണ്ട ഒരു ആവശ്യം ആ വിദ്യാർത്ഥിക്ക് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, ആ കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, അത്തരം കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അത്തരം തെറാപ്പികൾ കണ്ടെത്തി അത്തരം മൂവ്മെന്റ്സിലേക്ക് നിങ്ങളെല്ലാവരും എന്തിനാണ് ബി മാജിക്കിലേക്ക് വന്നത്? നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത തോട്ട് പ്രോസസ്സ് നടക്കാനിട്ടാണോ? അല്ല, നിങ്ങളുടെ വേ ഓഫ് തിങ്കിങ് ഒരു പരിധിയിൽ നിന്നും അടുത്ത ലെവലിലേക്ക്, ഒരു ഗ്രേഡ് എബൌവിലേക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പലപ്പോഴും ബി മാജിക്കിൽ നിൽക്കുന്നവർ വർഷങ്ങളായിട്ട് അത് കണ്ടിന്യൂ ചെയ്തത്, അല്ലേ? അല്ലാതെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് അറിയാഞ്ഞിട്ടല്ലായിരുന്നു. അറിയുന്ന കാര്യങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനും അത് ഏറ്റവും നല്ല രീതിയിൽ ചിന്തിച്ച് എല്ലാ ആംഗിളും, ഒരു പ്രശ്നം വരുന്ന സമയത്ത് എല്ലാ ആംഗിളിൽ നിന്നും അതിനെ മനസ്സിലാക്കി അതിന് ഏറ്റവും നല്ലൊരു രീതിയിൽ അതിനൊരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ ബി മാജിക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തികൾ പോലും പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. തീർച്ചയായിട്ടും ആയിരിക്കും. ഒരു അപ്ഡേഷൻ എപ്പോഴും ഏത് രീതിയിലും ഒരു അസംഷൻസിൽ, ഒരു മുൻധാരണ വെച്ചുകൊണ്ടല്ലാതെ പുതിയ രീതിയിൽ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ കോണിൽ നിന്നും ഒരു പ്രശ്നത്തെ നോക്കിക്കാണുക, എന്നിട്ട് അതിനൊരു തീരുമാനം എടുക്കുക. ഒരു എക്സാമ്പിൾ പറയുന്ന സമയത്ത്, ഇന്നലെ വീണ്ടും ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട യാത്രയിലായിരുന്നു. അപ്പൊ ഈ യാത്രയിലായിരുന്ന സമയത്ത് എനിക്ക് ട്രെയിനിന്റെ ഒരു സമയമുണ്ട്. അപ്പൊ ഞാൻ ആപ്പിൽ നോക്കുന്ന സമയത്ത് ട്രെയിൻ എത്താൻ ഇനി 10 മിനിറ്റ് ഉണ്ട്. ഞാൻ ബസ്സിലാണ് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണമെങ്കിൽ. അപ്പോൾ ബസ്സാണെങ്കിൽ ബ്ലോക്ക് കാരണം കുറെ ബസ്സുകളൊക്കെ റൂട്ട് മാറ്റി തിരിച്ചു വിടുകയാണ്. അപ്പൊ എനിക്ക് ബസ് കിട്ടുന്നില്ല. അപ്പൊ ആ സമയത്ത് ഞാൻ ഏകദേശം ബസ് സ്റ്റാൻഡിന്റെ ഒരു 5 മിനിറ്റ് മുന്നേ ഉള്ള ഒരു പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്റെ അടുത്തിരിക്കുന്ന ആൾ എന്നോട് ചോദിച്ചു, മൊബൈൽ നോക്കുന്നത് സ്റ്റേഷനിലേക്കാണോ, റെയിൽവേ സ്റ്റേഷനിലേക്കാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പൊ ഞാൻ അങ്ങോട്ടാണ്, നമുക്ക് ഒരുമിച്ച് പോകും. അപ്പൊ അവർ ഉദ്ദേശിച്ചത് ഓക്കെ നമുക്ക് ഓട്ടോ വിളിച്ച് ഷെയർ ചെയ്ത് പോകാം. ഞാൻ പറഞ്ഞു, ഉടനെ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ. അപ്പൊ എന്നോട് പറഞ്ഞു അപ്പൊ ഏത് ട്രെയിനാ പോകുന്നത്? ഞാൻ പറഞ്ഞു ഇന്ന ട്രെയിനാണ് നിൽക്കുന്നത്. അത് പോയല്ലോ. അപ്പൊ ഞാൻ ഈശ്വര അത് പോയല്ലോ. അപ്പൊ ഞാൻ പോയി നോക്കുന്ന എന്റെ ആപ്പിൽ ഇത് ഇനിയും 5 മിനിറ്റ് സ്റ്റേഷനിൽ എത്തുന്ന കാണിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്തായാലും അപ്പൊ അവര് പറഞ്ഞു അത് പോയി. അപ്പൊ എന്നോട് പറഞ്ഞു ഇനി അത് കിട്ടും തോന്നുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ അവര് പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, അടുത്തൊരു ട്രെയിനും കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ ട്രെയിൻ വന്നാലും എനിക്ക് കണക്റ്റഡ് ആയിട്ടുള്ള ട്രെയിൻ എനിക്ക് കോഴിക്കോട് എത്തണ്ടേ, അതിന് വേറെ ട്രെയിനുകളൊന്നും ഇല്ലല്ലോ എന്ന് തോന്നി. അപ്പൊ അവര് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇന്ന സ്റ്റേഷനിൽ എത്തിയാൽ നിങ്ങൾക്ക് അവിടുന്ന് കണക്ഷൻ ട്രെയിൻ ഒക്കെ കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ബസ്സിന് പോയാൽ മതി. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ബസ്സിന് പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ ട്രെയിൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്തൊരു പോയിന്റ്, അതിന്റെ ഒരു ക്രിട്ടിക്കൽ എല്ലാ ആംഗിളിൽ നിന്നും നോക്കിക്കാണുക എന്നുള്ളൊരു ശീലം ഉണ്ടായിരുന്നില്ല. അടുത്ത സൊല്യൂഷൻ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വേഗം ബസ്സിന് അങ്ങ് കയറി പോവുക എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ പോയാലും, ബസ്സിന് പോയാലും ഇനി ട്രെയിൻ മാറി കയറിയാലും എന്റെ വണ്ടി കിടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്, ബസ് കിടക്കുന്നത് വേറെ സ്ഥലത്തായിരിക്കും, ഞാൻ KSRTC പോകും. അപ്പൊ ഇത് ഒരുപാട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വീണ്ടും ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവര് പറഞ്ഞാൽ ഒരു കാര്യമില്ലേ എന്നൊരു തോട്ട് എനിക്ക് തോന്നി. അപ്പൊ അവരോട് പറഞ്ഞു എന്തായാലും വേണ്ടില്ല,
സ്റ്റേഷനിലെത്തിയാൽ 2 ക്രിട്ടിക്കൽ, ഇവിടെയാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. ഇത് വായിച്ചോണ്ട് ഇരുന്ന് ഈ ബസ്സിലിരുന്ന് ഇത് വായിച്ചിട്ടാണ് പിന്നെ ഞാൻ ഈ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. ഉടനെ അവര് പറഞ്ഞ പോലെ ശരി ഓട്ടോ എങ്കിലും ഓട്ടോ കയറി ഓടി, ഞങ്ങൾ രണ്ടുപേരും ഓടിക്കയറിയപ്പോൾ ഒരാളും കൂടി ഞങ്ങൾ കൂടെ കയറി. സ്റ്റേഷനിലേക്കാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം കയറി. പോകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും ഷെയർ ഇടുന്ന സമയത്ത് അവർ പറഞ്ഞു നിങ്ങൾ കൊടുത്തോളൂ കേട്ടോ, എന്റെ കയ്യിൽ ടിക്കറ്റിന് എടുക്കാനുള്ള പൈസ മാത്രമേ ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തുതരാം. ഇത് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ വേഗം അവിടെ എത്തിയപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങളൊരു അപ്പൊ അതൊരു ഒരു ജെൻസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ ആ പൈസ കയ്യിൽ വെച്ചോളൂ. അപ്പൊ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ടിക്കറ്റ് എടുക്കാനുള്ള പൈസയുള്ളൂ, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് ട്രെയിൻ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, നിങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി സന്തോഷമാണ്, ഞങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഒരു മനസ്സും ധൈര്യവും നിങ്ങൾ കാണിച്ചല്ലോ, ഇപ്പോ എൻ്റെ കയ്യിൽ തരാൻ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ട്രെയിൻ ഇതിന്റെ ഓട്ടോന്റെ ചാർജ് കൊടുത്തു. ഞാൻ വേഗം ട്രെയിനിൽ ഓടിക്കയറി. ട്രെയിൻ ഇങ്ങനെ ഇത് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്ക്. ചില സമയത്ത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില തോട്ടുകൾ നമ്മളെ മുന്നോട്ട് നയിക്കും. അപ്പൊ ആ ട്രെയിനിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് അവര് തൃശ്ശൂരും ഞാൻ എവിടേക്കാണ് ഷൊർണൂരേക്കാണ്. അപ്പൊ ഷൊർണൂരേക്ക് എത്താൻ നേരത്തെ എനിക്ക് തോന്നി ഈ വണ്ടി നേരിട്ട് അങ്ങാടി പുറത്തേക്കാണ് പോകുന്നത്, നിലമ്പൂർ ട്രെയിനാണത്. അപ്പൊ അതിലെന്തായാലും എനിക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. പിന്നെ എന്ത് വേണം, ഒന്നുകിൽ റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്ന് നോക്കുമ്പോൾ പിന്നെ ഞാൻ ആപ്പ് തുറന്നിരുന്ന് നോക്കി. അപ്പൊ നോക്കുന്ന സമയത്ത് പിന്നെ ഓരോ ട്രെയിനും എത്തുന്നതൊക്കെ സൂപ്പർ ഫാസ്റ്റുകളാണ്. ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്, നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോഴാണ് കണ്ടത് ഒരു സ്പെഷ്യൽ നമ്മുടെ കോഴിക്കോടൊക്കെ സ്പെഷ്യൽ പാസഞ്ചർ ഉണ്ട്. പക്ഷെ ആ സ്പെഷ്യൽ പാസഞ്ചറിൽ ഞാൻ കയറിയപ്പോൾ ലേഡീസ് കമ്പാർട്ട്മെന്റാണ് കയറിയത്. ലേഡീസ് കമ്പാർട്ട്മെന്റ് കയറി പൊതുവേ ആൾക്കാർ വളരെ കുറവായിരുന്നു തന്നെ. ഓരോ സീറ്റിലും ഓരോരുത്തരൊന്നും ഇല്ല. എന്റെ ബോഗിയിൽ ആകെ ഞങ്ങൾ 3 പേരേ ഉള്ളൂ. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഒരു സ്റ്റേഷൻ പരിധി വിട്ട് കഴിഞ്ഞപ്പോൾ വേറെ സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഇത് ആൾക്കാർ ഓടിക്കയറാൻ, ആണുങ്ങളൊക്കെ ഓടിക്കയറാൻ തുടങ്ങുന്ന ഒരു അവസ്ഥ. അപ്പൊ എനിക്ക് തോന്നി ഇത് അത്ര പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ലേഡീസ്, ഇത് അത്ര സുരക്ഷിതമല്ല. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തും പലപ്പോഴും നമ്മൾ പേപ്പറിലൂടെ ഒക്കെ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം ഈ ലേഡീസ് കമ്പാർട്ട്മെന്റ് ആളുകൾ വേണ്ടത്ര ഇല്ലെങ്കിൽ അവിടെ നിങ്ങൾ ഇരിക്കരുത്, പൊതുവെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മാറിയിരിക്കണം എന്നുള്ള ഒരു തോന്നൽ എന്റെ മനസ്സിലേക്ക് വന്നു. ഉടനെ എന്ത് ചെയ്ത് ആ സമയത്ത് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക്, നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ഗോവിന്ദചാമിയുടെ പല കേസുകളാണ് എന്റെ മനസ്സിലേക്ക് വേണ്ടത്. വേഗം അവിടെ തൊട്ടടുത്ത സ്റ്റേഷനിൽ എത്തിയപ്പോഴും, കാരണം എല്ലാ സ്റ്റേഷനിൽ നിർത്തുന്ന ഒരു ട്രെയിനും കൂടിയാണ്, കാരണം ഇത് സമയം എടുക്കും അങ്ങോട്ട് എത്താൻ. 10-12 മണിയാവും ഞാൻ കോഴിക്കോട് എത്തുമ്പോഴേക്കും. അപ്പൊ എന്തെങ്കിലും വേഗം അടുത്ത സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ ചാടി ഇറങ്ങി ഓടി അപ്പുറത്തെ ട്രെയിൻ അവിടെ ഇരിക്കുന്ന കുട്ടികളോടും പറഞ്ഞു ഇവിടെ ഇറങ്ങണം, കാരണം ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല. ഇതിൽ ചിലവർ ഈ ബോർഡ് കാണുന്നുണ്ട് ലേഡീസിന്, ചിലവർ കാണാതെ ഓടിക്കയറുന്നുണ്ട്. ഇതൊരു ആവശ്യമില്ലാത്ത ചില സമയങ്ങളിൽ ചില അബദ്ധങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോയേക്കാം. നിങ്ങൾ അറിയിക്കും അവരെയും പിടിച്ചു വലിച്ചായിരുന്നു, ഇവിടെ ഇരിക്കണ്ട. അത് 2 ചെറിയ കുട്ടികളാണ്, അവർ IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾ. അവരോരോ കുഴപ്പമില്ല വേണം ഞങ്ങൾ ഇവിടെ, ഞാൻ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇറങ്ങ്. അവിടെയും പിടിച്ചു വലിച്ചു ഞങ്ങൾ 3 പേരെ, അവർക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമില്ല, കാരണം അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അവരെയും പിടിച്ചു വലിച്ച് ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് മാറിക്കേറി. ഇത്തരം കാര്യങ്ങൾ ഒരു പ്രശ്നത്തെ കാണുമ്പോൾ എല്ലാ ആംഗിളിൽ നിന്നും അതിലേക്ക് കാണും. അവിടെ ചെന്നിരുന്നപ്പോൾ ഇത് സുരക്ഷിതത്തെക്കാൾ അപ്പുറം കുറച്ച് സമാധാനമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റി എന്നുള്ളതാണ്. കാരണം ഇതിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ആളുകളുണ്ട്, പല രീതിയിലുള്ള ആളുകളുണ്ട്. ചിലർ ഇത് ഇന്റൻഷനോട് കൂടി ലേഡീസിലെ ആൾക്കാർ തിരക്കില്ലാതെ കാണുമ്പോൾ കയറുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ ചില സമയങ്ങളിൽ ചില ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് ഒരു പ്രശ്നം വരുന്ന സമയത്ത് മനസ്സിലൊരു തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാ ആംഗിളിനെയും വെച്ച് ചിന്തിച്ച് ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത വലിയ വലിയ പ്രോബ്ലംസ് ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ആംഗിളിൽ നിന്നും അത് കണ്ട് അതിനെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മുടെ വേ ഓഫ് തോട്ടിലും ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുന്നു. അല്ല ചില സമയത്തുള്ള ചില തീരുമാനങ്ങൾ അത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ എളുപ്പം സഹായിക്കും. അത്തരം ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്ത് എടുക്കണമെങ്കിൽ അത്തരം വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് ഒളിച്ചോടാതെ അതിനെ എല്ലാ ആംഗിളിൽ നിന്നും കണ്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, ഒരു പ്രോബ്ലം സോൾവർ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയും എന്നുകൂടി അപ്പൊ നെക്സ്റ്റ് മൂവ്മെന്റിലേക്ക് കടക്കുമ്പോൾ ആ പ്രോബ്ലത്തെ എല്ലാ ഡയറക്ഷനിൽ നിന്നും വിലയിരുത്തി മുന്നോട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ശ്രമത്തിലേക്ക് വരിക എന്നുകൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ബിൽഡ് യുവർ പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. എന്താണ് ഈ പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടർ? നമ്മുടെ കമ്പനിയിലെ ഡയറക്ടർമാരെ കുറിച്ച് അറിയാം, ഒക്കെ നമുക്കറിയാം. ഈ പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ എല്ലാം പരിഹരിക്കാൻ ഒറ്റയ്ക്ക് കഴിയില്ല. അതായത് ചില സമയങ്ങളിൽ
നമ്മൾ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കാൻ വേണ്ടി ചില സഹായങ്ങൾ എടുക്കേണ്ടി വന്നേക്കാം. ഒരു മെന്ററുടെ സഹായം ചിലപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ അത്തരം മെന്ററുടെ സഹായം എടുക്കുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും കൗൺസിലിങ്ങിനെ കാണുന്നത് പോലും ഇത് എന്തോ പ്രശ്നമുള്ള വ്യക്തികൾക്ക് മാത്രമാണ് എന്നൊരു തോന്നലാണ്. പക്ഷെ അങ്ങനെയല്ല. എൻ്റെ ചിന്തകൾ എന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേക കാര്യം ഫാമിലിയിലാണെങ്കിലും എൻ്റെ സംസാരം പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നത് തിരിച്ചറിയുന്നു കഴിയാൻ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ഒരു മെന്ററുടെ സഹായം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ കൃത്യമായിട്ട് അറിയുന്ന അല്ലെങ്കിൽ അത്തരം ഒരു കൗൺസിലേഴ്സിനെയോ നല്ല മെന്റേഴ്സിനെയോ പേഴ്സണൽ ഡെവലപ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വ്യക്തികളെയോ കണ്ട് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നമുക്ക് തന്നെ ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ ബിൽഡപ്പ് ചെയ്തെടുക്കണം അദ്ദേഹം പറയുന്നു. അത് നമുക്ക് ചില ബ്ലൈൻഡ് സ്പോട്ടുകളുണ്ട്. നമ്മൾ പോലും അറിയാത്ത ചില ബ്ലൈൻഡ് സ്പോട്ടുകൾ. ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. ചില സമയത്ത് നമ്മുടെ ക്യാരക്ടറിലുള്ള വേരിയേഷൻ, ഇത് പറയേണ്ടിയിരുന്നില്ല, ഞാൻ ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ടത്, പക്ഷെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള ഒരു പേഴ്സണൽ നമ്മുടെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവിടെയെല്ലാം നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളെ കണ്ടെത്തി എങ്ങനെ ഇതിനെ സൊല്യൂഷൻ. ചില സമയത്ത് ഒരു സൈലൻസ്, എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഒരു ബ്ലൈൻഡ് സ്പോട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നതിന് പകരം ആ റിയാക്ഷൻ, നമ്മുടെ പെട്ടെന്ന് റിയാക്ഷൻ എന്നുള്ള ഒരു ബ്ലൈൻഡ് സ്പോട്ടാണ്. അതിന് ഒരു പക്ഷെ നല്ലൊരു വഴി എന്ന് പറയുന്നത് ഒരു പക്ഷെ ഇത്തരം പ്ലാറ്റ്ഫോം ബിൽഡപ്പ് ചെയ്യുന്ന, സ്വയം പേഴ്സണൽ ഡെവലപ്പ് ചെയ്യുന്ന ബി മാജിക്കൽ പോലുള്ള ഈ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗപ്പെടുത്താം. അതല്ലെങ്കിൽ ഒരു മെന്ററുടെ പുറമേയുള്ള ഒരു മെന്ററുടെ സഹായം നിങ്ങൾക്ക് കണ്ടെത്താം. ഒരു കൗൺസിലിംഗ് എന്ന് പറയുന്നത് പ്രശ്നങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ചിന്തകളെ കുറച്ചും കൂടി വ്യക്തമായ ധാരണയ്ക്ക് കൊണ്ടുപോകാൻ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് കണ്ടെത്താം. പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജോബിലാണെങ്കിലും അത് നിങ്ങളുടെ ഒരു ഡെവലപ്മെന്റിലേക്ക് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഫീൽഡിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം. അതിൽ വിജയം കണ്ടെത്തിയവർ ഏതൊക്കെ സ്ട്രാറ്റജികളാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തി അവരുമായിട്ട് സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തുക. നിങ്ങളുടെ കരിയറിലും ആവശ്യമായ ഭേദഗതികൾ വരുത്താനായ എല്ലാ ഫീൽഡിനെ കുറിച്ച് മനസ്സിലാക്കി അവിടെ നിങ്ങൾക്ക് അപ്ഡേഷൻ നടത്താം. അപ്പോൾ ഓരോ നെക്സ്റ്റ് മൂവ്മെന്റിന് മുന്നേയും പേഴ്സണലി സെൽഫ് അനാലിസിസിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. കാരണം എന്തും ഏതും സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ പോലും പെട്ടെന്ന് ഒരു ഡിസിഷനിലേക്ക് അതിൻ്റെ ആ ഒരു കാര്യങ്ങൾക്ക് എല്ലാ ആംഗിളിൽ നിന്നുകൊണ്ട് നമ്മുടെ അസംഷൻസിന്റെ മുൻധാരണകളെ കുറിച്ച് മാത്രം നിലനിൽക്കാതെ എല്ലാ ആംഗിളിൽ നിന്നും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഏത് രീതിയിലുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിലൂടെ കടന്നുപോയാൽ ഞാൻ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ ഏറ്റവും ഭംഗിയായി നേരിടാൻ പറ്റും എന്നൊരു ഡെവലപ്മെന്റിലേക്ക് മാറുന്നതിനായി ആവശ്യമുള്ള പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്ത്, അത് നമുക്ക് തന്നെ നമ്മുടെ ആവശ്യമായ ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യാം. അതൊരു ബി മാജിക് പ്ലാറ്റ്ഫോം ആകാം, ഒരു മെന്ററുടെ സഹായമാകാം, ഒരു കൗൺസിലർ ആകാം. എവിടെയാണ് സെൽഫ് അനാലിസിസിന് എപ്പോഴും ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ചുറ്റുമുള്ള വേൾഡിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് പകരം ഉള്ളിലുള്ള വേൾഡിനെ സെൽഫ് അനാലിസിസിലൂടെ ആവശ്യമായ പേഴ്സണൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ അപ്പോയിന്റ് ചെയ്ത് ആവശ്യമായ സ്ട്രാറ്റജികൾ രൂപപ്പെടുത്തി ആവശ്യമുള്ള അപ്ഡേഷൻ വരുത്തി അത് എല്ലാ ഫാമിലിയിലാണെങ്കിലും ജോബിലാണെങ്കിലും നിങ്ങളുടെ ക്യാരക്ടറിലാണെങ്കിലും വേണ്ട ഭേദഗതികൾ വരുത്തി മുന്നോട്ട് പോകാൻ ഏറെ സഹായിക്കും എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ നെക്സ്റ്റ് 5 മൂവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രം. അടുത്ത ഒരു 5 സ്റ്റെപ്പ് വെക്കുന്നതിന്റെ മുന്നേ ഓരോ സ്റ്റെപ്പിലേക്ക് കടക്കുമ്പോഴും നിങ്ങൾക്ക് ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ടേയിരിക്കുക. ഒരു സെൽഫ് അനാലിസിസ് എപ്പോഴും ആവശ്യമാണ്. അത് എല്ലാ ആംഗിളിൽ നിന്നും കണ്ടെത്തി എല്ലാ ആംഗിളിൽ നിന്നും തിരിച്ചറിഞ്ഞ് ആവശ്യമായ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ സമയങ്ങളിൽ അപ്പോയിന്റ് ചെയ്ത് വേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു സമൂഹം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇന്നത്തെ വേൾഡ് ഓഫ് നോളജ് ചുറ്റുമുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇന്നത്തെ സോഷ്യൽ മീഡിയകളും റീൽസും നമ്മളെ ഏത് രീതിയിലും ബാധിക്കുമെന്ന് പോലും പറയാൻ സാധിക്കില്ല. ഈ മെന്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പേഴ്സണൽ കൗൺസിലിംഗ് ആവാം, ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആവാം, നല്ലൊരു പുസ്തകമാകാം, നല്ലൊരു മെഡിറ്റേഷൻ ആവാം. ഇതൊക്കെ ഒരു പേഴ്സണൽ
ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അത്തരം പേഴ്സണൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മുടെ ആവശ്യാർത്ഥം കണ്ടെത്തി നമുക്ക് വേണ്ട രീതിയിൽ അപ്പോയിന്റ് ചെയ്ത് യൂസ്ഫുൾ ആക്കുക. എന്തായാലും ഒരു പേഴ്സണൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിന് നിങ്ങൾ ഓൾറെഡി അപ്പോയിന്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇപ്പൊ വി മാജിക്കിൽ ഇരുന്നുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതിനും അപ്പുറത്ത് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത്തരം പേഴ്സണൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ കൂടി കണ്ടെത്തി അപ്പോയിന്റ് ചെയ്ത് നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റും നിങ്ങളുടെ ക്യാരക്ടറും എല്ലാം ബിൽഡപ്പ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരട്ടെ. അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങോട് കൂടി, ഒരു നല്ലൊരു സ്ട്രാറ്റജിക് പ്ലാനോട് കൂടി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഐ ബ്ലസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഗുഡ് ഡേ. താങ്ക് യു മാം. അഞ്ചാമത്തെ കാര്യം എന്തായിരുന്നു? അതായത് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുന്നതാണോ? അതായിരുന്നു അഞ്ചാമത്തെ പോയിന്റ്. ഈ 5 മൂവ്മെന്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഈ 5 കാര്യങ്ങൾ ഈ ഫസ്റ്റ് മൂവ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കാര്യങ്ങളിലും നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഈ 5 സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതിന്റെ മുന്നേ എല്ലാ ഡയറക്ഷൻസിൽ നിന്നും ആവശ്യമായിട്ടുള്ള വേ ഓഫ് തിങ്കിങ്, ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത്. പിന്നെ സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ്, അതിനെക്കുറിച്ച്, അതായത് ഡെയിലി ടാക്ടിക്സിനെ കുറിച്ച് മാത്രമല്ലാതെ ഈ കുടുംബം ഫ്യൂച്ചറിലേക്ക് പോകണമെങ്കിൽ എന്തൊക്കെ ഭേദഗതികൾ ഗ്രോത്ത് വേണമെങ്കിൽ എന്തൊക്കെ അപ്ഡേഷൻ നടത്തണം. അപ്പൊ ഡെയിലി ടാക്ടിക്സിൽ മാത്രം ശ്രദ്ധിക്കാതെ മൂന്നാമതായിട്ട് മാസ്റ്റർ ദ ആർട്ട് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ സെൽഫ് അനാലിസിസ് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ്. അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ചില തോട്ടുകൾ, ചില ചിന്തകൾ, ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു ധൈര്യം കാണിക്കുക. സെൽഫ് അനാലിസിസിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. രണ്ടാമത് പേഴ്സണൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടേഴ്സിനെ ആവശ്യമെങ്കിൽ ബിൽഡപ്പ് ചെയ്യുക. ഇനി ഇത് അഞ്ചാമത്തെ മൂവ്മെന്റ് ഈ 4നെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് 4 നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏറ്റവും എല്ലാ അസംഷൻസിൽ നിന്നും നിങ്ങളെ മുന്നോട്ട് നയിക്കാൻ പറ്റുന്ന ഏറ്റവും സ്ട്രാറ്റജിയിലേക്കോ ഒരു നല്ല വേ ഓഫ് സോൾവ്, ഒരു പ്രോബ്ലം സോൾവർ ആയിട്ടോ നിങ്ങളെ മാറ്റും എന്നുള്ളതാണ്. ഇസ് ദാറ്റ് ക്ലിയർ? അഞ്ചാമത്തെ പ്രോബ്ലം സോൾവിങ് സ്കില്ലല്ലേ? അങ്ങനെയാണോ ഉദ്ദേശിച്ചത് മാം? അഞ്ചാമത്തെ പോയിന്റ് പ്രോബ്ലം സോൾവിങ് സ്കില്ലിൽ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിലേക്കും കൂടി കൂട്ടി കണക്ട് ആവുന്നത്. ഇത് രണ്ടും കൂടി ഒരു പോയിന്റ് ആക്കിയിട്ടും എടുക്കാം. വലിയ പ്രശ്നങ്ങൾ വരും. പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് 4ാമത്തെ പോയിന്റ് പറഞ്ഞത്. പിന്നെ 5 പറഞ്ഞിട്ടില്ല. അതാണ് ഷൈമിനി ചോദിച്ചത്. ഈ 5 ഞാൻ പറഞ്ഞു വാട്ട് ഇസ് മൈ നെക്സ്റ്റ് 5 മൂവ്സ് എന്നാ പറഞ്ഞത്. അതായത് ഈ 4 മൂവ്മെന്റ്സും നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴും അത്തരം ഫോളോ അപ്പ് ചെയ്യും. ഈ 5ാമത്തെ മൂവ്മെന്റിൽ നിന്ന് നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടത്, ഈ ഫസ്റ്റ് മൂവ്മെന്റിലേക്ക് 4 മൂവ്മെന്റ് ഓൾറെഡി റെഡി ആയി. അപ്പൊ 5ാമത്തെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഈ 4ഉം കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. കൺസിസ്റ്റന്റ് ആയിട്ടും ഒരു ലോങ് ടൈമിലും ചെയ്യുമ്പോൾ മാത്രമേ ഈ 5ാമത്തെ സ്റ്റെപ്പ് കൃത്യമായിട്ട് മുന്നോട്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മൾ നല്ലൊരു മെന്ററെ കണ്ടെത്തി, നമ്മൾ നല്ല പേഴ്സണൽ ഗ്രൂപ്പ് ഓഫ് ഡയറക്ടറെ കണ്ടെത്തി, നമ്മൾ സെൽഫ് അനാലിസിസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ വേണ്ട രീതിയിൽ ചെയ്യുന്നു, നല്ല സ്ട്രാറ്റജിക് പ്ലാനിങ് നടത്തുന്നുണ്ട്. ഇതെല്ലാം 4 ചെയ്തിട്ടും നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ there is a 5th point, continuous consistent പ്രാക്ടീസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് 5th മൂവ്മെന്റ് എന്ന് പറയുന്നത്. ഇത് 4ഉം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് 5th മൂവ്മെന്റ് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ബി കൺസിസ്റ്റന്റ്, ബി കണ്ടിന്യൂസ്ലി സെൽഫ് അനാലിസിസ് യുവർ പ്രോബ്ലംസ് ആൻഡ് സോൾവ് ദാറ്റ് വൺ. യൂസ് ദ 4 സ്ട്രാറ്റജീസ് ആൻഡ് ഇംപ്ലിമെന്റ് ഓൺ ദ 5th one. കൃത്യം. ഇൻട്രോസ്പെക്ഷൻ, സെൽഫ് അനാലിസിസ്, പിന്നെ സ്ട്രാറ്റജി ആൻഡ് ടാക്ടിക്സ് ആണോ? യെസ്, അതെ. പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ്, അതെ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, യെസ്. കണ്ടിന്യൂസ് ആൻഡ് കൺസിസ്റ്റന്റ് പ്രാക്ടീസ്. ഷീല മാം പറഞ്ഞതുപോലെ. താങ്ക് യു മാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഫീഡ്ബാക്ക് പറഞ്ഞോളൂ.
എന്താ അതിന്റെ ഫീഡ്ബാക്ക് പറയാൻ ഇനി പറയാനൊന്നും ബാക്കിയില്ല. ഒന്നും പറയാനില്ല. മാജിക് മോർണിംഗ് ഒന്നും പറയാൻ ലൈഫ് അതുപോലെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ലൈഫ് സ്കില്ലിനെ പറ്റിയിട്ട് ജീവിത നൈപുണ്യം നേടാൻ ഉള്ള 4 വഴികൾ, അത് ഫോളോ ചെയ്യാനുള്ള 5ാമത്തെ ഇൻസ്ട്രക്ഷനും നന്നായിട്ടുണ്ട് മാം. താങ്ക് യു വെരി മച്ച്. അതിലൊരു പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് എന്ന് പറയുന്നത് പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. നിങ്ങളുടെ ഒരു പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടർ ബി മാജിക് തന്നെയാണ് അല്ലേ? ആണ്. തീർച്ചയായിട്ടും കറക്റ്റാണ്. നമുക്ക് ഓരോ വിഷയത്തിൽ ഓരോ ഇതുണ്ട്. നമുക്ക് കുറെ ഡയറക്ടർമാരൊക്കെ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ റസാഖ് സാറിനെ ഒന്ന് വിളിച്ചു നോക്കും. ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഫൈനാൻസ് പ്രോബ്ലം ഉണ്ട്, ചിലർ ഇന്നെ വിളിക്കും ഇതെന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതില് ഞാൻ ഫൈനാൻസ് ഡയറക്ടറായി, ഹെൽത്ത് ഡയറക്ടറായി, അങ്ങനെ അതാണ്. അങ്ങനെ ഓരോരുത്തരുണ്ട് നമ്മളെ ഫീൽഡിൽ എക്സ്പെർട്ടായ ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കും. അറിയുന്ന അറിവ് നമ്മളെല്ലാവർക്കും പകർന്നു കൊടുക്കും. അത്രേ ഉള്ളൂ. ഫിനാൻസ് ഡയറക്ടർ ബഷീർ സാർ അപ്പോയിന്റ് ചെയ്യാം എല്ലാവരും. അല്ല, അത് ശമ്പളം വാങ്ങേണ്ട ജോലിയുണ്ട്, മൂപ്പർക്ക് ജോലിയുണ്ട്. അല്ല, നമുക്ക് പ്രാക്ടീസ് ചെയ്ത് വിജയിച്ച കാര്യം നമുക്ക് ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ എളുപ്പമായിരിക്കും. നമ്മള് വെറുതെ കേട്ടറിഞ്ഞിട്ടല്ല പറഞ്ഞു. നമ്മളിപ്പോ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ട് വിജയിച്ച ഒരു കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് കൂടും. നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. നമ്മളെ അറിവ് ഒരാൾക്ക് പകർന്നു കൊടുത്താൽ നമ്മളെ അറിവ് വർദ്ധിക്കുകയുള്ളൂ. അതാണ്. ഇപ്പൊ മാം നമുക്ക് കുറെ പറഞ്ഞു തന്നെ, അപ്പൊ മാമിന്റെ അറിവുകളും വർദ്ധിച്ചു കൊണ്ടേയിരിക്കും നാച്ചുറലി. കാരണം ഈ ഒരു ക്ലാസ്സിന് വേണ്ടി ഇപ്പൊ മാം കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവില്ലേ? ഒട്ടൊന്ന് വന്ന് പറയല്ലോ. അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. ഈ നമ്മളെ നാട്ടിൽ പറയും മുക്കുന്ന കിണറിലെ ഉറവുണ്ടാവുകയുള്ളൂ എന്ന്. ശുദ്ധജലം ഉണ്ടാവുള്ളൂ. സത്യം പറഞ്ഞാല് ഇത് നല്ലൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാല് നമ്മള് സാധാരണ ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഷ ഉണ്ട്. ഭൂമി, ജലം, വായു, അഗ്നി, ഇത് 4 ഉണ്ടെങ്കിൽ ആകാശം ഉണ്ടാവും. ആകാശത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും 4 ഏതെങ്കിലും ഒന്ന് കംപ്ലൈന്റ് ഉണ്ടാവും. അപ്പൊ ഇത് 4 കറക്റ്റ് ആക്കിയാൽ 5ാമത്തെ കറക്റ്റ് ആവും. കറക്റ്റ് ആയിരിക്കണം, അതാണ് അതിന്റെ നിയമം. സത്യം പറഞ്ഞാല് ഇന്നലെ രാവിലെ ഞാൻ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ട്രെയിനിൽ ഇരുന്നിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചു നോക്കിയിരുന്നു. കാരണം സമയം കിട്ടുമ്പോൾ, കാരണം ഒരു യാത്രയിലൊക്കെ ആകുമ്പോൾ ഇന്നത്തേക്കുള്ള ഇതാ. പക്ഷെ ആ ക്രിട്ടിക്കൽ തിങ്കിങ് ആ വായിച്ചപ്പോൾ എനിക്ക് സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് ഇന്നലെ ട്രെയിനിന് പോലും ഓടിച്ചാടി ഇറങ്ങി എനിക്ക് അപ്പുറത്തെ കമ്പാർട്ട്മെന്റ് തോന്നിയത്. അപ്പൊ അവിടെ പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്ന ബി മാജിക്കും എന്റെ റീഡിങ്ങും കൂടിയാണ് എന്നെ സഹായിച്ചത്. പ്രത്യേകിച്ച് രാത്രിയില് യാത്ര ചെയ്യുമ്പോ മാഡം ലേഡീസ് ഉപയോഗിക്കരുത്. നമ്മൾ ജനറലേ ഇരിക്കാവുള്ളൂ. കാരണം ഒരു പ്രശ്നം വന്നാൽ ഹെൽപ്പ് ചെയ്യാൻ നമ്മൾക്ക് ആൾക്കാർ കാണും. മറ്റേത് അങ്ങനെയല്ലല്ലോ. നമ്മൾ വെറുതെ പേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥയല്ലേ ഉണ്ടാകുന്നത്. പക്ഷെ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും ആൾക്കാരൊന്നും ഇല്ലാതെ വെറും 3 പേര് മാത്രം, 2 ബോഗിയുണ്ട്. അപ്പൊ പിന്നെ വേഗം ഞാൻ ഇറങ്ങുക മാത്രമല്ല, ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങാൻ, നിങ്ങൾ ഇറങ്ങിയേ പറ്റൂ. അപ്പൊ അവര് പറഞ്ഞു ഇല്ല മാഡം ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾ പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ ഇറങ്ങണം എന്റെ കൂടെ, നിങ്ങൾ ഇറങ്ങുന്ന അവരെയും കൂടി പിടിച്ചു വലിച്ച് ഓടിച്ച് അപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ പോലും കയറ്റണം എനിക്ക് തോന്നി. പിന്നെ അല്ലെങ്കിൽ അവിടെ പോയിരുന്ന എനിക്ക് ആകെ വിഷമം, അവരെയും കൂടി വിളിക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് അവരും കൂടി പിടിച്ചു വലിച്ച് ഇറക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഇരുന്നു, പ്രശ്നമില്ല. ആ പിള്ളേർക്ക് മറ്റുള്ള ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടും ഒന്നും ഇല്ലായിരിക്കുമല്ലോ. ഗോവിന്ദ ചാമയൊന്നും അറിയത്തില്ലായിരിക്കും. അതാ വിഷയം. നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. കാര്യം പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫ് സ്കിൽസിനോട് വേണമെങ്കിൽ യോജിപ്പിക്കാം. സെൽഫ് അവയർനെസ്സും സ്ട്രാറ്റജി പ്ലാനിങ്ങും ക്രിട്ടിക്കൽ തിങ്കിങ്, മെന്ററിങ്, പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, ജീവിതത്തിൽ ഒത്തിരി ആവശ്യമുള്ളതാണ്. നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പം പാളിച്ചകൾ ഉണ്ടാവാം, മറ്റുള്ളവരോട് ചോദിക്കാഞ്ഞിട്ടായിരിക്കാം. അപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. താങ്ക് യു വെരി മച്ച്.
ഷീല മാം എന്ത് പറഞ്ഞപ്പോ എനിക്ക് ഓർത്ത് പലപ്പോഴും ഇപ്പൊ നമ്മളിപ്പോ വീടുകളിലാണെങ്കിലും അല്ലെ നമുക്ക് അവിടെയാണല്ലോ പ്രധാനപ്പെട്ട ഒരു കുടുംബമാണെങ്കിലും ഒരു കരിയറിലാണെങ്കിലും എന്തെങ്കിലും ഒന്ന് നമുക്ക് നേരെ ആരെങ്കിലും ഇത് നിങ്ങൾ ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ ഒട്ടനെ നമുക്ക് നമ്മളെ ഈഗോട് വർക്കൗട്ട് ചെയ്യും. അവർ പറഞ്ഞ ശരിയായില്ല, ഞാൻ ചെയ്ത് തെറ്റാണെന്നുള്ളത് അവർ പറഞ്ഞ ഉടനെ നമ്മൾ ഈഗോ വർക്കൗട്ട് ചെയ്യാണ്. അപ്പൊ അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാനുള്ളൊരു കാരണം എല്ലാ ആംഗിളിൽ നിന്നും കാണുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രശ്നം രൂപപ്പെട്ട് കഴിഞ്ഞു, ഒട്ടൻ നമ്മൾ ബ്രെയിൻ പറയുന്നു അവര് പറഞ്ഞ ശരിയല്ല, പിന്നെ ഈഗോ വർക്കൗട്ടായി. മറിച്ച് അവർ പറയാനിടയാക്കിയ കാരണം എന്ത് എന്നുള്ള എല്ലാ ആംഗിളിൽ നിന്നും ആ ഒരു നമ്മുടെ ക്രിട്ടിസൈസ് ചെയ്തതിന്റെ കാരണം ഒന്ന് തിരിച്ചറിയുക. ഒരു പക്ഷെ നമുക്കത് വളരാനുള്ളൊരു എഡായിരിക്കും ചിലപ്പോ. അവരത് പറഞ്ഞോട്ടെ, അവര് ചിലപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളെ കൊച്ചാക്കാൻ പറഞ്ഞായിരിക്കും. ചിലപ്പോ അവിടെ നമുക്ക് വളരാനുള്ള ഒരു പഴുത് അവിടെ കിടപ്പുണ്ടാവും, നമ്മളത് കാണുന്നുണ്ടാവില്ല. നമ്മൾ കാണുന്നത് ഈഗോ അവരങ്ങനെ പറഞ്ഞു എന്നുള്ളത്. അവരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തോ ഒരു കാരണം ഉണ്ടാവും, അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചെയ്യാം. കാരണം അവിടെ റിയാക്ഷൻ കൊണ്ട് നമുക്ക് പരിക്കേൽക്കുക എന്നല്ലാതെ അവിടെ ഒരു ഗുണം ഉണ്ടാവില്ല. കാരണം പലപ്പോഴുമായിട്ട് അത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് കാര്യം, ഞാൻ അതിനെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനോട് റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവരല്ല പ്രശ്നം, എൻ്റെ ഈഗോ ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് മാറാൻ തുടങ്ങി. അപ്പൊ അത് കണ്ടോ, അതിനെ എല്ലാ ആംഗിളിലും കണക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ് വളർന്നു. അതിനെ എങ്ങനെ മാനേജ് ചെയ്യാം, ഇത് പറയട്ടെ, അതിലെന്തെങ്കിലും കാര്യമുള്ളതാണെങ്കിൽ എങ്ങനെ എനിക്കത് യൂസ് ചെയ്യാം, എന്ത് വളർച്ചയാണ് അതിലേക്ക് ഞാൻ കൊണ്ടുവരേണ്ടത്. ജസ്റ്റ് കീപ്പ് അവിടെ ഏറ്റവും നല്ല പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടർ എന്ന് പറയുന്നത് സൈലൻസ് ആണ്. ഡോണ്ട് റിയാക്ട് അറ്റ് ദ മൊമെന്റ്, ബി സൈലന്റ്. എന്തുകൊണ്ട് അവരത് പറഞ്ഞു? എനിക്കത് സ്വീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ ഈഗോ വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. ഓക്കെ, ഐ ആക്സെപ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ഗ്രോൺ. അവിടെയാണ് ക്രിക്കറ്റിൽ നിന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ്. അവിടെയാണ് പേഴ്സണൽ ഡയറക്ടേഴ്സിന്റെ മെന്റർഷിപ്പോട് കൂടി നമ്മൾ എത്തുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ ബഷീർ ഖാനോട് നമ്മൾ ഫിനാൻഷ്യൽ കണ്ടീഷൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ ബ്ലോക്കായി നിൽക്കുകയാണ്. അവിടെ എനിക്ക് പറ്റുന്നില്ല, ഞാൻ എൻ്റെ കടം വന്ന് വളർന്നു തുടങ്ങി, ഞാൻ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള റിയാക്ഷന് പകരം ജസ്റ്റ് റിലാക്സ്, സൈലന്റ്, ബഷീർക്കുണ്ട്, വിളിക്കാം, ചോദിക്കാം, ദാറ്റ്സ് ഓൾ. കൂടുതൽ അറിവാണ് ഇതിന്റെ പ്രധാന. ശീലമ്മ പറഞ്ഞതുപോലെ തന്നെ അറിവിന്റെ പ്രശ്നം വരുന്നുണ്ട് ഒന്നാമത്. രണ്ടാമത് ഇപ്പൊ നിയമപരമായ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും പത്രങ്ങളിലാണെങ്കിലും സ്ത്രീ സുരക്ഷ പറയുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ എന്തോ ഒരു സാഹചര്യത്താൽ ഇന്ന് സ്ത്രീക്ക് സ്വന്തം വീട്ടിൽ വരെ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളത് സത്യമാണ്. നിയമപരമായ സുരക്ഷിതത്വം ഉണ്ട്, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം കൊണ്ടും നമുക്കുണ്ടെങ്കിലും സത്യത്തിൽ ഇന്ന് നടക്കുന്നത് ഇപ്പൊ അതാണ്. അപ്പൊ അത് കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചാൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ. എനിക്ക് സുരക്ഷിത ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കൂടുതൽ ഇപ്പൊ ഒരു സ്വഭാവം, അതായത് കൂടുതൽ സ്ത്രീകളുള്ള ഒരു സ്ഥലത്ത് പുരുഷനോ കൂടുതൽ പുരുഷന്മാരുള്ളിടത്ത് സ്ത്രീക്കോ സുരക്ഷിതത്വം ഇല്ല ശരിക്ക്. അതൊരു നായിന്റെ സ്വഭാവമാണ്. ഒരു മട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചത്. ബഹളങ്ങൾക്ക് നടുവിലാണ് ജീവിച്ചിരിക്കുന്നത്. പഴയ കാലത്തെ സൈലന്റിലേക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരാളും ഇനിയിപ്പോ മെഡിറ്റേഷനിൽ വന്നാലും ഒരു 5 ദിവസം 6 ദിവസം മെഡിറ്റേഷനിൽ വന്നാൽ തന്നെ അവരെ എടുത്ത് പുറത്തേക്ക് എറിയുന്ന രൂപത്തിലാണ്. മെഡിറ്റേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പ്രകൃതി തന്നെ അവരെ പുറത്തേക്ക് എറിയാണ്, എന്തെങ്കിലും കാരണം കൊടുത്തിട്ട്. എന്തെങ്കിലും തലവേദനയോ പനിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് നീ മെഡിറ്റേഷൻ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് പുറന്തള്ളുകയാണ്. സൈലന്റിലേക്ക് വരാൻ അയക്കണില്ല പ്രകൃതി. അത്രത്തോളം ഡേഞ്ചർ അവസ്ഥയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പ്രകൃതി ദുരന്തത്തിന്റെ മെയിൻ കാരണം ആരാ? നമ്മളേനാണ്, നമ്മൾ ഉണ്ടാക്കി തീർത്തതാണ്. ഇപ്പൊ പാണക്കാട് ഇപ്പൊ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? ഞങ്ങളെ വീടിന്റെ തൊട്ടടുത്ത പ്രദേശത്താണ് ഈ പാണക്കാട്. അപ്പൊ അത് നമ്മളെ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി വരെ പറഞ്ഞിട്ട് അനുസരിച്ചിട്ടില്ല എന്നുള്ള, അതിന് മേലില്ലല്ലോ ഇപ്പൊ നമ്മളാരും. അത്രക്കും സ്വാധീനമുള്ള ആളാണ് അവിടെ കുഞ്ഞാലിക്കുട്ടി. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ട് വരെ അനുസരിക്കാതെയാണ് അവിടെ അവര് വെടിപൊട്ടിച്ചതും മണ്ണെടുത്തതും. എന്നിട്ടാണ് അവിടെ അപകടം ഉണ്ടായത്. അപ്പൊ കുഞ്ഞാലിക്കുട്ടി പറയണ്ടേ, ഭയങ്കര ഞാൻ പറഞ്ഞിട്ട് വരെ അവരെ സ്വീകരിച്ചില്ലാണ്. അപ്പൊ അത്രയും. പിന്നെ നമ്മളെ കാര്യം പറയാനില്ലല്ലോ. അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി തീർത്ത കെണിവലകളാണ്, വേറെ ആരും ഉണ്ടാക്കിയതൊന്നുമല്ല. താങ്ക് യു. ഗുഡ് മോർണിംഗ് പ്രവീണ മാം, നല്ല സെഷനായിരുന്നു. നമ്മൾ എപ്പോഴും എന്തെങ്കിലും കാര്യത്തിൽ നമ്മളൊരു പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ നമ്മളൊരു ബെറ്റർ പേഴ്സണായിട്ട് നമ്മൾ ഒരു
റിയാക്ട് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഇതിൽ മനസ്സിലായത്. അപ്പം പല ആംഗിൾ കൂടെ നമ്മളത് അതിനെ നോക്കി കണ്ട് അതിന്റെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സ്വയം പര്യാപ്തത നേടാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിക്കാനും മറ്റുള്ള ആൾക്കാരോട് ഉപദേശം തേടാനും ഒക്കെ അത് നമുക്ക് ഏറ്റവും അറിവുള്ള ആൾക്കാരായിരിക്കണം, നമ്മളോട് വേണ്ടപ്പെട്ട ആളായിരിക്കണം എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ശരിയായ ഒരു ഡിസിഷൻ എടുക്കാനുള്ള നമ്മളൊരു കഴിവ് നമ്മളിലേക്ക് എത്തിക്കുക. അവരെ ആ ഇത് വെച്ചിട്ട് നമ്മളത് ആ പ്രോബ്ലം എങ്ങനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എപ്പോഴും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഇത് വരുന്ന സമയത്ത് ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നത് നല്ലത് തന്നെയാണ്. ഒന്ന് മാം പറഞ്ഞ മാതിരി നമ്മൾ അത് പറ്റില്ലെങ്കിൽ കൗൺസിലിംഗ് അത് ഇതൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഇന്നിപ്പോ നമുക്ക് അറിയാതെ തന്നെ ഓരോ ക്ലാസ്സിലും നമ്മൾ വിചാരിക്കുന്ന ചില സന്ദർഭത്തിൽ ആ ക്ലാസ് ആയിരിക്കും ഉണ്ടാകുക. നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആ ദിവസം ആ ക്ലാസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടാതെ നമ്മൾ ഫോക്കസ് എവിടെ വെക്കണം എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് കിട്ടിയത്. ഏതായാലും വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. സർ, ഇപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബി മാജിക് തന്നെയാണ്. അപ്പോൾ മൻസാർക്ക് ഈ രീതിയിൽ വളരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം മൻസാർ ചില പോയിന്റ്സുകളൊക്കെ കൃത്യമായി നോട്ട് ചെയ്യുന്നു. അപ്പൊ കണ്ടോ, ആ പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടറിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കപ്പെടുത്തുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരു പക്ഷെ നമുക്ക് അതേപോലെ ഒരു അവസരം കിട്ടുന്ന സമയത്ത് നമ്മളിൽ തന്നെ അത് ഉപയോഗിച്ച് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ നിന്നും അത്തരം ഒരു റിഫ്ലക്ഷൻസ് ഉണ്ടാകുന്ന നമുക്ക് ഒരുപക്ഷെ മനുഷ്യർക്ക് എന്തായാലും അത് അനുഭവപ്പെട്ടിട്ടുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. എന്തായാലും സംസാരിച്ചതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു. ബി മാജിക്കിന് ഒരു കാലത്ത് ഇതുണ്ടായിരുന്നു, നിങ്ങൾക്ക് എന്തും ചോദിക്കാം. അതിന് കുറച്ച് ആളുകൾ സെലക്ട് ചെയ്തിട്ട് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം, അതിന് എന്ത് ചോദിച്ചാലും അതിന് മറുപടി കൊടുക്കുന്ന കുറച്ച് ടീം ഉണ്ടായിരുന്നു. പിന്നെ വേണ്ട വെച്ചാ ഗുഡ് മോർണിംഗ് മാം. റസാഖ് സാർ പറഞ്ഞതുപോലെ നമ്മളെ പ്രകൃതി തന്നെ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കും. ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിറ്റേഷനും ഒക്കെ ചെയ്തു വന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ ഇപ്പോൾ എണീക്കാനേ വയ്യ. എണീറ്റിരുന്നിട്ട് എണീക്കാൻ വയ്യ. പിന്നെ മാമിന്റെ ക്ലാസ് ആണല്ലോ എന്ന് പറഞ്ഞ് ചാടി എണീറ്റിരിക്കുകയായിരുന്നു. സൂപ്പർ ക്ലാസ് ആയിരുന്നു മാം. പല ക്ലാസ്സുകളും നമുക്ക് അത്യാവശ്യമാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ മാമിന്റെ ക്ലാസ് ഉണ്ടാവുകയാണ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. ഓക്കെ, ഇപ്പൊ മേഘ പറഞ്ഞതുപോലെ ഇപ്പോ എന്നൊക്കെ പ്രകൃതി തന്നെ നമ്മളെ പിന്നോട്ട് വലിക്കുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ചില അസംഷൻസ് മാത്രമാണ്, നമ്മുടെ മുൻധാരണകൾ മാത്രമാണ് നമ്മൾ അത്തരം ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇന്ന് എനിക്ക് എന്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഐ നീഡ് റെസ്റ്റ് എന്ന് ഉള്ളിൽ തോന്നിയാൽ ഫോളോ ദാറ്റ് വൺ. കാരണം നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ 5ാമത്തെ മൂവ്മെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ കൺസിസ്റ്റന്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അത് തന്നെ ചെയ്താൽ ധാരാളം മതിയാകും. അപ്പൊ അങ്ങനെ ഒരു ഇൻഡ്യൂഷൻ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഗോ ഹെഡ് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മുടെ ഉള്ളിൽ വരുന്ന ചില ഇൻഡ്യൂഷൻസ്, ചില നമ്മുടെ തോട്ടുകൾ നമ്മൾ അതിനെ പൂർണ്ണ ട്രസ്റ്റോടു കൂടിയും ഹോപ്പോടുകൂടിയും സ്വീകരിക്കുമ്പോൾ നമുക്കവിടെ മിറാക്കിൾസ് കാണാൻ പറ്റും. പലപ്പോഴും അത് അങ്ങനെ തോന്നിയാൽ അതിന്റെ പിന്നാലെ പോകാൻ ഞാൻ ചില ധൈര്യപൂർവ്വമുള്ള ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. അങ്ങനെ പോകുമ്പോൾ കാണുന്ന ഓരോ ഡോറുകളും അത്ഭുതപ്പെടുത്താറുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സെൽഫ് അനാലിസിസ്, അതായത് ദ ആർട്ട് ഓഫ് ഇൻട്രോസ്പെക്ഷൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ. നമ്മുടെ ഉള്ളിൽ വരുന്ന ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു അബദ്ധമായി തോന്നുമെങ്കിലും അതിങ്ങനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അതൊരു ചെയിൻ റിയാക്ഷൻ ആണ്. ശരിക്കും പറഞ്ഞത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച പോലെ ഒരു ചെയിൻ റിയാക്ഷൻ ആണ്. അപ്പൊ ഇപ്പൊ എനിക്കിതിങ്ങനെ ഇതാണെന്ന് തോന്നുന്ന നല്ലൊരു ഡിസിഷൻ, ഗോ ഹെഡ്. ചിലപ്പോൾ അത് പാളിപ്പോകും. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ, ഇത് പാളിപ്പോയല്ലോ, അത് എടുക്കേണ്ടിയിരുന്നത്. അങ്ങനെയല്ല, അതിലേക്ക് നടന്നത് കൊണ്ടാണ് അത് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നൊരു അറിവ് പോലും എനിക്ക് കിട്ടിയത് എന്നൊരു തോന്നലിലേക്ക് വരും. അപ്പൊ ആ ഒരു ഇൻഡ്യൂഷൻ, ഇപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ബസ്സിലിരിക്കുമ്പോൾ അവർ പറഞ്ഞു അവിടുന്ന് നിങ്ങൾക്ക് അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബസ്സിനേക്കാളും സുഖം അതല്ലേ ട്രെയിൻ. അപ്പോൾ ഒട്ടന്നെ ആ സമയത്ത് അവർ പറയുന്നതിൽ കാര്യമുണ്ട്. ഒന്നും നോക്കിയില്ല, ശരി ഇറങ്ങി ഒറ്റ ഓട്ടമാണ്, വേഗം ഓട്ടോറിക്ഷ. ആ ഡിസിഷൻ നന്നായിരുന്നു.
കാരണം ബസ്സിൽ പോയാലും ഞാൻ എത്ര ദൂരം ആ ട്രെയിനിൽ കടന്ന് സുഖമായിട്ട് കുറച്ച് സമയം ഉറങ്ങിയത് വേണമെങ്കിലും പറയാം. ആ ഒരു ഇത് ബസ് കിട്ടുമായിരുന്നില്ല. അപ്പൊ ചില സമയത്തുള്ള ഇൻറ്റ്യൂഷൻ, ട്രസ്റ്റ് ചെയ്ത ഇൻറ്റ്യൂഷൻ എന്നത് എടുത്തെടുത്ത് പറയുന്നൊരു കാര്യമാണ്. അതിനെ നിങ്ങൾ വിശ്വസിക്കുക, അതിന്റെ ഹോപ്പോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുക. അതിന് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഉള്ളിൽ വരുന്ന ചില തോട്ടുകൾ സ്വീകരിക്കാത്തതെന്നറിയോ? നമുക്കുള്ളിൽ ഭയമാണ്. നമുക്കൊരു മൂന്നാരോട് ചോദിച്ച് അതിലൊക്കെ തോന്നുന്നു നമ്മൾ അങ്ങോട്ട് എടുക്കും. അവര് പറഞ്ഞല്ലോ അപ്പൊ അതിൽ പോവാ. ഇനി നാളെന്താ പറ്റിയാൽ നമ്മൾ പറയും നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ അത് ചെയ്തത്. നമ്മുടെ ഉള്ളിലുള്ള ഇൻഡ്യൂഷനെ നമ്മൾ മാനിക്കില്ല, ധൈര്യമില്ല, അത് തെറ്റിപ്പോവും, അത് അബദ്ധങ്ങളിലേക്ക് കൊണ്ട് അത് എന്ന് തോന്നലുണ്ട്. ഷൈമിന ഇപ്പൊ നമ്മൾ വിളിക്കും, ഞാൻ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ സമയമായി എന്ന് പറയും. അപ്പൊ ആർക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ചോദിച്ചോളൂ മാമിനോട് സംശയങ്ങൾ ചോദിച്ചോളൂ. അതുപോലെ മാം പറഞ്ഞ പോലെ ഈഗോ അത് വളരെ കറക്റ്റ് ആണ്. ആരെങ്കിലും തെറ്റ് പറയുമ്പോൾ അവരെന്തിനാ നമ്മളെ തെറ്റ് പറഞ്ഞത്, നമ്മൾ ശരിയായിട്ടല്ലേ എന്നത് ആദ്യം വരുന്നത്. പക്ഷെ അവർ പറയുന്ന തെറ്റിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ എടുക്കാറില്ല. പെട്ടെന്ന് നമുക്ക് തോന്നും ഞാൻ ശരിയായിട്ട് ചെയ്തിട്ട് അവർക്കപ്പൊ എന്തോ വിരോധമുണ്ട് നമ്മളോട്, അതാ മനസ്സിൽ വരുന്നത്. ഇപ്പൊ മാം പറഞ്ഞപ്പോ ഇനി ഞാൻ അത് കറക്റ്റ് ചെയ്യും, അത് ഉറപ്പാ. ഞാൻ ഇപ്പൊ മനസ്സിൽ എടുത്ത ഒറ്റ വാക്യം അതാ. ഇനി ആര് കുറ്റം പറയുമ്പോഴും അതെന്താണെന്ന് ആലോചിച്ചിട്ട് അത് മനസ്സിലാക്കുള്ളൂ. താങ്ക് യു മാം. ഇന്നലെ സംഭവിച്ചൊരു കാര്യം. കുറ്റം പറയുമ്പോ പെട്ടെന്ന് വിചാരിക്കും ഞാൻ കറക്റ്റ് ആണല്ലോ, പിന്നെ എന്തിനാ അവരപ്പൊ അവർക്ക് എന്തോ വിരോധം എന്നോടുണ്ട്. താങ്ക് യു മാം. അതാണ് അതിനെ നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനെ തള്ളി പുറത്തേക്ക് ആക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈഗോ ആണ്, അവരല്ല പ്രശ്നം, നമ്മുടെ ഈഗോ ആണ്. ഓക്കെ, അവരത് പറഞ്ഞു, അത് അവരുടെ വേ ഓഫ് തിങ്കിങ്, അവരുടെ അഭിപ്രായം. അതിലെന്തെങ്കിലും എനിക്ക് ചെയ്യാനുണ്ടോ ഉണ്ടെങ്കിൽ ഇത് എളുപ്പമല്ല കേട്ടോ, അത് പറയുന്ന പോലെ പറഞ്ഞവർ സ്വീകരിക്കാൻ എളുപ്പമല്ല. കുറച്ചങ്ങ് ചെയ്ത് അവർ എന്ത് പറഞ്ഞാലും നമുക്ക് ഒരു വിഷയമില്ല എന്നൊരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഉണ്ടല്ലോ ഒരു ആശ്വാസമാണ്. അവര് പറയട്ടേന്നേ, അവർക്ക് പറയാം, ഒക്കെ അവര് പറയട്ടെ. ശരിയാ പ്രവീണാമോ. അപ്പൊ ഞാൻ ഒരവസ്ഥല. കാരണം ആൾക്കാര് നമ്മളോട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ എന്ത് പറഞ്ഞാലും നമ്മൾ അവിടെ സൈലന്റ് ആയിട്ടിരിക്കും. ഇനിയിപ്പം നമുക്ക് എന്തെങ്കിലും എടുക്കേണ്ട പോസിറ്റീവ് പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നമ്മുടെ നെഗറ്റീവ് കറക്റ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നാം അത് കറക്റ്റ് ചെയ്യുക, അതേ ഉള്ളൂ. അല്ലാതെ അവര് പറയുന്നതിനോട് നമ്മൾ റിപ്ലൈ പറഞ്ഞിട്ട് കാര്യമില്ല, പിന്നെ പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. നമ്മളെ ബാധിക്കുന്നതാണോ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതാണോ ചെയ്യുക, അതേ ഉള്ളൂ. ഞാൻ ആ ഒരു പോളിസിയിലാണ് മുന്നോട്ട്. ഗ്രേറ്റ്, ഗോ ഹെഡ്, കീപ് ഗോയിങ് ഞാനും പറയുള്ളൂ. ചെയ്തോളൂ, 16 ഓക്കെ. സോഷ്യൽ മീഡിയയും റീൽസും നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്നറിയില്ല. ആയതിനാൽ ഇപ്പോൾ ഞാൻ എവിടെയാണ് എന്ന് മാത്രമല്ല, ഇനി എവിടേക്ക് പോകണം എന്ന് വ്യക്തമായി ചിന്തിച്ച് അടുത്ത 5 നീക്കങ്ങളെ ആസൂത്രണം ചെയ്യുക. സെൽഫ് അനാലിസിസ്, അതായത് സ്വയം നമ്മൾ ഡെവലപ്പ് ചെയ്യുക. മറ്റുള്ളവരുടെ തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കാതെ ഞാൻ ഏത് രീതിയിൽ വളരണം എന്ന് ചിന്തിച്ച് പോകുക. എനിക്ക് എന്ത് മാറ്റം കൊണ്ടുവരാൻ സാധിക്കും എന്ന് ശ്രദ്ധിച്ച് പുതിയ കാര്യങ്ങൾ പഠിച്ച് അതിനൊരു സ്കിൽസ് ഉണ്ടാക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്തിയെടുക്കുക, അതായത് എല്ലാ ആംഗിളിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കി തീരുമാനങ്ങൾ എടുക്കുക, അതായത് കൃത്യമായ കാരണങ്ങളും പരിഹാരങ്ങളും കാണുക. പേഴ്സണൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. അതായത് ജീവിതത്തിൽ എല്ലാം ഒറ്റയ്ക്ക് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയില്ല. ആയതിനാൽ ഒരു മെന്ററുടെ സഹായം സ്വീകരിക്കുക, അല്ലെങ്കിൽ വിശ്വസ്തരായവരെ കൂടെ കൂട്ടുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക, ജീവിത നൈപുണ്യം നേടുക, വിജയിക്കുക, മുന്നോട്ട് പോവുക. നല്ലൊരു അറിവ് ഈ സെഷനിലൂടെ നമുക്ക് നൽകിയ പ്രവീണ മാമിന് നന്ദി പറയുന്നു. ഒപ്പം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു ഓൾ. Thank you, Pravina ma'am. Thank you all. Thank you. Okay, thank you.